പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുപ്പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പൊൻപുലരിയിൽ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് ആരോഗ്യവും ബലവും തന്ന്, ശക്തിയും തന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്ക് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം വേദവചന ധ്യാനചിന്തയോടെ ആരംഭിക്കുവാൻ തക്കവണ്ണം വേദവാക്യം വായിക്കുന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28 അധ്യായം 10 വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28 വേഴ്സ് 10. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ഹല്ലേലൂയ. ഈ വചനം ദിനവൃത്താന്ത പുസ്തകത്തില് ദാവീദിന്റെ വായിൽ നിന്ന് വീണിരിക്കുന്ന വചനമാണ്. പറഞ്ഞതോ ദേശാധിപതിമാരും ദാവീദിന്റെ പ്രഭുക്കന്മാരുടെയും മധ്യത്തിൽ, പ്രധാനികളുടെ മധ്യത്തിൽ വെച്ച് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ഈ വാക്യത്തിനകത്ത് വെറുമൊരു വാചകം അല്ലെങ്കിൽ വെറുമൊരു വാക്കല്ല, ഒരപ്പൻ മകനോട് പറയുന്ന വാക്കല്ല, ഒരു രാജാവ് തൻ്റെ മകനോട് പറയുന്ന വാക്കല്ല, ഒരു പ്രഭുപുത്രനോട് പറയുന്ന വാക്കല്ല, മറിച്ച് ഒരു നിയോഗത്തിൻ്റെ വാക്കാണ്. ഒരു ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുന്ന നിയോഗത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ, പ്രവൃത്തിയുടെ, ഒരു മനുഷ്യനെ കൊണ്ട് ഈ ലോകത്തിൽ എന്തു ചെയ്യണമെന്ന് ദൈവം തീരുമാനിക്കുന്നതിൻ്റെ വ്യക്തമായ ആ കാഴ്ചപ്പാട് തൻ്റെ തലമുറയിലേക്ക്, തൻ്റെ അടുത്ത തലമുറയിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന, അത് കൈമാറ്റപ്പെടുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. വാക്കൊന്നുകൂടെ പറയാം. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് പറ്റി ചേർന്ന് നിൽക്കണം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആലയം പണിയാനായിട്ട്. ഞാൻ ചെയ്യേണ്ടതായ കാര്യം, ഞാൻ യോദ്ധാവായതുകൊണ്ട്, രക്തം ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ടും എന്നോട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പം അത് ആകയാൽ നീ ഒന്ന് സൂക്ഷിക്കണം. എന്തിനൊക്കെ? ദൈവത്തോട് അടുത്തിരിക്കണം, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം, ദൈവത്തെ വിട്ടുകളഞ്ഞാൽ ദൈവം വിട്ടുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കിന്റെ കൺക്ലൂഷൻ പോലെ പറയുന്ന വാക്കാണ് ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ടൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ ദൈവവൈതലേ, ഒരു വലിയ ചരിത്ര നിയോഗത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് ചരിത്ര പുരുഷനായ ദാവീദ് ചരിത്ര പുരുഷനായ ശലോമോന് കൈമാറിക്കൊടുക്കുന്ന വേദവചനമാണ്, വാക്കുകളാണ്. ആ വാക്കുകളിൽ പറയുന്നത് വിശുദ്ധമായ ഒരാലയം പണിവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് മുന്നോട്ട് പണി നടത്തിക്കൊള്ളുക, അത് നടത്തിക്കൊള്ളുക. ശ്രദ്ധിച്ചേ, ഇതിനകത്തൊരു നിയോഗമുണ്ട്, ഇതിനകത്തൊരു ഉത്തരവാദിത്വം, ഒരു ഭരമേൽപ്പിക്കുന്ന ദൗത്യ നിർവഹണ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത്. കുഞ്ഞ്, ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യത്തിന് വേണ്ടി ദൈവം നിയോഗിക്കുന്നെങ്കിൽ, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കണം. ഒരു മനുഷ്യനെ പോലും ദൈവപദ്ധതി ഇല്ലാതെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അത് ചെറുതായാലും വലുതായാലും ദൈവത്തിന് ഇതിനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദാവീദിനെ സിംഹാസനം ഉറപ്പിക്കാനും രാജ്യങ്ങളുടെ അതിർത്തി വിശാലമാക്കാനും ദൈവം ഉപയോഗിച്ചെങ്കിൽ, ദാവീദിന്റെ മകനായ ശലോമോനെ ആലയം പണിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചു. അതിനുള്ള ബുദ്ധി ദൈവം കൊടുത്തു, അതിനുള്ള വസ്തുതകൾ കൊടുത്തു, വ്യക്തികളെ കൊടുത്തു. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു നിയോഗം, രാജഭാര്യത്തിന്റെ നിയോഗം, അടുത്ത രാജാവിന്റെ നിയോഗമല്ല, മറിച്ച് ആലയം പണിയാനുള്ള നിയോഗം. ദേവാലയം പണിയാൻ, ഭൂമിയിലെ ആദ്യത്തെ ദേവാലയം, കൈപ്പണിയായ ഒരു ക്ഷേത്രം, പെർമനന്റ് ആയിട്ടൊരു ദൈവാലയം, ദൈവത്തിന് വസിക്കാൻ ഇടമുണ്ടാക്കിയത് ശലോമോന. പിന്നീട് ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, ശലോമോൻ പോലും ഈ വയലിലെ റോസയെ പോലെയോ അല്ലെങ്കിൽ
ഈ വയലിലെ പുൽക്കൊടികളെ പോലെയോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവയെ അണിയിച്ചൊരുക്കിയിരുന്നു. ശലോമോൻ കഴിഞ്ഞ പിന്നെ ദൈവത്തിനെ കഴിയുള്ളൂ എന്നതിന്റെ അർത്ഥം. അതുപോലൊരു ജ്ഞാനം, അറിവ് ദൈവാത്മാവ് കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആലയം പണിയാൻ വേണ്ടി. ഇവിടെ ഒരു വസ്തുത ഈ ദൈവജനം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. നിനക്ക് ഒരു നിയോഗം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അത് പറയുമ്പോൾ ഒന്നുകൂടെ തിരിച്ചു പറയാം. നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, നിയോഗമില്ലാതെ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല. ഈ നിയോഗത്തിനകത്ത് നിന്നെ ഫലമേൽപ്പിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു പക്ഷെ നിനക്കത് ചെറുതായിട്ട് തോന്നിയേക്കാം, താരതമ്യേന ചെറുതായിട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ ഭാരിച്ചതായിട്ട് വലുതായിട്ട് തോന്നിയേക്കാം. എങ്ങനെ തോന്നിയാലും ദൈവം ഏൽപ്പിക്കുന്ന നിയോഗമുണ്ട്. മോശയോട് പറഞ്ഞു, ജനത്തെ വിടുവിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുവരണം. ചെറിയൊരു കൂട്ടമല്ല, 25 ലക്ഷം പേരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണം. ചെറിയ കാര്യമല്ല. പക്ഷെ നിയോഗത്തോടെ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവം വിടുവിക്കാൻ കൂടെയുണ്ട്, ദൈവം രക്ഷിക്കാൻ കൂടെയുണ്ട്, ദൈവം നായകനായി കൂടെയുണ്ട്. മോശയുടെ ശേഷം യോശുവോട് പറഞ്ഞു, ദേശം വിഭാഗിച്ചളന്നു കൊടുക്കണം, മുൻപിൽ യെരിഹോക്കോട്ടയാ നിൽക്കുന്നത്, പക്ഷേ അവിടെ ദൈവം കൂടെയുണ്ട്. പറയുന്ന ന്യായപ്രമാണത്തിന്റെ അനുസരണം 13ാമത്തെ പ്രാവശ്യം ഒരുപോലെ നടക്കുമ്പം യെരിഹോക്കോട്ട ഇടിഞ്ഞ് താഴെ വീഴുന്നതാ കാണുന്നത്. ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ കുഞ്ഞെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ വലിയ പദ്ധതികൾക്കകത്താണ് നീ എന്ന്. ദൈവത്തിന്റെ പദ്ധതികൾക്കകത്താണ് നീ എന്ന്. ഒരു പക്ഷെ ചെറിയൊരു നിയോഗം, ഒരു ട്രാക്ട് കൊടുക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. DL മൂടി എന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ പ്രാർത്ഥിച്ച് 6 വയസ്സുള്ള ചെറുക്കനെ പ്രാർത്ഥിച്ചു വിടുമ്പോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല 20,000 പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്തുന്ന വലിയൊരു ധീര യോദ്ധാവിനെ സ്വർഗത്തിലേക്ക് ആളെ കയറ്റുന്ന ഒരുവനെയാണ് കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നത്. ചിന്തിച്ചു കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നിയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്കൊരു നിയോഗമുണ്ട്. ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല ഇത് ദൈവ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതുന്നതാണെന്ന്. പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പാടിന്റെ ദർശനങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദർശനം എഴുതി വെക്കുന്ന യോഹന്നാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇത് തലമുറ കൈമാറി അന്ത്യകാലത്തേക്കുള്ള എസ്കറ്റോളജിക്കൽ, അതേ അന്ത്യകാല ശാസ്ത്രത്തെ കുറിക്കുന്ന അന്ത്യകാല ശാസ്ത്രം എഴുതുകയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് ദൈവത്തിന്റെ നിയോഗമാണ്. നീ ആയിരിക്കുന്ന വേളയ്ക്ക്, ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന ഒറ്റപ്പെടലിൽ, ആയിരിക്കുന്ന ഏകാന്തതയിൽ കുഞ്ഞെ നിന്റെ ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് ദൈവം നിർത്തിയിരിക്കുക. ദൈവ നിയോഗത്തിനകത്ത് തമ്പുരാൻ നിന്നെ നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ നിയോഗത്തിനകത്ത്, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുക. മറക്കരുത്, ദൈവ നിയോഗം നിന്റെ മേൽ കിടക്കുന്നു. ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ കിടക്കുന്നു. ആ ഉത്തരവാദിത്വം കിടക്കുന്നു. ഇവിടെ ശലോമോനെ ഏൽപ്പിക്കുക, ആലയം പണി, വിശുദ്ധമായ ഒരു മന്ദിരം പണിയാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നടത്തിക്കൊള്ളുക. ഒരു മുന്നറിയിപ്പുണ്ട്, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. കുഞ്ഞെ, നിനക്കുള്ള ദൗത്യം നിനക്കറിയാം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം നിന്റെ കൂടെയുണ്ട്. അന്ന് നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഉപേക്ഷിക്കാത്തവരായി കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിനക്ക് ബുദ്ധി തരുവാൻ, നിനക്ക് ആലോചന തരുവാൻ, നിനക്ക് വഴിയായി, നിനക്ക് പ്രകാശമായി ഈ യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആ വാക്കിങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അസാധാരണ ദൈവകൃപ, അതേ സാന്നിധ്യം മറക്കെതിരായി സ്തോത്രം ചെയ്യുന്നപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ ജനത്തിന് ഒരു വഴിയൊരുക്കതിനായി നന്ദി പറയും. തൃക്കരകളിൽ സമർപ്പിക്കുന്നു. നിയോഗം ഏറ്റെടുത്തത് ചെയ്യുവാൻ സ്വർഗം ജനത്തെ അനുഗ്രഹിക്കണം. തൃക്കരകളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. എല്ലാ മാനമോഹത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറയട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്.